ആരുമില്ല, ഒരുക്കങ്ങളൊക്കെ പൊളിച്ചല്ലോ, സ്നോമാനൊക്കെ ഉണ്ടല്ലോ. ഇപ്രാവശ്യം നല്ല കളർഫുള്ളാണ് ഡെക്കറേഷൻസ് ഒക്കെ. ക്രിസ്മസിനെ ഇപ്പൊ നമ്മള് റിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതൊന്നല്ല, നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചവിട്ടി മതിക്കപ്പെട്ടവർ ഒരു ആശ്വാസദായകനെ പ്രതീക്ഷിച്ചിരുന്നു. വിശന്ന് വലഞ്ഞവർ ഒരു അന്നദാതാവിനാൽ അലഞ്ഞിരുന്നു. തണുപ്പേറ്റ് മരവിച്ചവർ ഒരു പുതപ്പന്വേഷിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ജനത്തിനെ നോക്കിക്കൊണ്ട് സ്നാപയോനാൻ പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. ഇത് കേട്ട മാത്രം ജനങ്ങളെല്ലാം ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്നുണ്ട്, എപ്രകാരമാണ് രക്ഷണ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങേണ്ടത്? സ്നാപയോനാൻ പറയുന്നത്, നിങ്ങൾ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുമെന്നാണ്. അതെ, നമ്മൾ ഹൃദയത്തിലാണ് ഈശോയെ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തന്റെ ഏറ്റവും അടുത്ത പുതിയ എൻസൈക്ലിക്കൽ ലെറ്റർ ഡെലസ്റ്റിഗ്നോസിൽ പറയുന്നുണ്ട്, ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. യുദ്ധങ്ങളും കലഹങ്ങളും വൃദ്ധരുള്ള അവഗണനയെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടാണ് ഈ ക്രിസ്മസ് കാലയളവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിലാണ് ഈശോയെ സ്വീകരിക്കേണ്ടത്. ഓർക്കുക, വചനം പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ദൈവത്തെ കാണും.